ഹായ്. നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞു വരികയാണല്ലോ. ക്ലൈവായി, വാറൻ ഹേസ്റ്റിങ്സായി. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കോൺവാലിസിനെ കുറിച്ചാണ്. അത് നമ്മുടെ മൂന്നാം മൈസൂർ ഇതുണ്ടല്ലോ, മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1789 മുതൽ 1792 വരെ നടന്നത്. ആ മൂന്നാം മൈസൂർ യുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മുടെ ടിപ്പു സുൽത്താനുമായിട്ട് ചേർന്നിട്ട് 1792 ടിപ്പു സുൽത്താനുമായി ചേർന്ന് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അത് കോൺവാലിസ്. എന്നിട്ട് ടിപ്പുവിൻ്റെ കയ്യിൽ നിന്ന് മലബാർ ആർക്ക് കൊടുക്കേണ്ടി വരുന്നു? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മലബാർ കിട്ടാനിടയാക്കിയ ഒരു ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പം അത് നമ്മൾ കോൺവാലിസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. പിന്നെ പറയാവുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്നത് 1793 ഒരു കാര്യമാണ്. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് സെറ്റിൽമെന്റ്, സെമീന്ദാരി വ്യവസ്ഥ, അങ്ങനെ ഒരു പരിപാടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് കോൺവാലിസാണ്. 1793 കോൺവാലിസ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമീന്ദാരി വ്യവസ്ഥ കൊണ്ടുവന്നത്. അതുപോലെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കോൺവാലിസാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ശരിയായ രീതിയിൽ സിവിൽ സർവീസ് തുടങ്ങി വെച്ചത് കോൺവാലിസാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ പിതാവ് എന്ന് പറയുന്നതും കോൺവാലിസിനെയാണ്. കാരണം ഇന്ത്യയിൽ പോലീസ് സർവീസിന് തുടക്കം കുറിച്ചതും കോൺവാലിസാണ്. പിന്നെന്താ പറയാം, ഇന്ത്യയിലെ ഈ സിവിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ച കോൺവാലിസാണ്. സിവിൽ കോടതികളും ക്രിമിനൽ കോടതികളും ഒക്കെ സ്ഥാപിച്ചു കോൺവാലിസ്. എന്നിട്ട് അദ്ദേഹം ഈ റവന്യൂ ഭരണവും നീതിന്യായ ഭരണ സമ്പ്രദായവും വേർപെടുത്തി. അപ്പൊ അതിനു മുമ്പ് വരെ ഇന്ത്യയിൽ റവന്യൂ ഭരണവും നീതിന്യായ ഭരണവും ഒരുമിച്ചായിരുന്നു. ആ റവന്യൂ ഭരണവും നീതിന്യായ ഭരണവും രണ്ടാക്കി കോൺവാലിസ്. അതായത് ശരിക്കും ഇന്ത്യയിലെ നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ചു. അപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് കോൺവാലിസ്. അപ്പോൾ കോൺവാലിസിനെ കുറിച്ച് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, ടിപ്പുവുമായി 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചു, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തി, സിവിൽ സർവീസിന് തുടക്കം കുറിച്ചു, ഇന്ത്യയിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചു, അതായത് പോലീസ് സർവീസ് ആരംഭിച്ചു, ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചു, പിന്നെ അതുപോലെ സിവിൽ കോടതികൾ സ്ഥാപിച്ചു, പിന്നെ അതുപോലെ റവന്യൂ ഭരണവും നീതിന്യായ ഭരണവും വേർപെടുത്തി ഇന്ത്യൻ നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ചു. ഇത്രയും ആരാണ്? കോൺവാലിസാണ്. അപ്പോൾ കോൺവാലിസിനെ കുറിച്ച് പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ മറന്നുപോകില്ലല്ലോ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ബ്രിട്ടീഷ് ഭരണാധികാരിയെ കുറിച്ച്